എ സി ഗ്യാസ് കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് കൂടുമോ എന്നുള്ളൊരു രീതി ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ 100% എനിക്ക് എ സി കൂളിംഗ് കുറയാൻ അഥവാ എ സി കൂളിംഗ് ഇല്ലാതെ വരാനുള്ളൊരു കാരണം എന്താണ്? മഴക്കാലമാണ്, എ സിയുടെ അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കുന്നൊരു സമയം തന്നെയാണ്. കാരണം മിസ്റ്റ് പിടിക്കാതിരിക്കാൻ എ സി അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ എ സിയുടെ തണുപ്പ് കുറയാൻ കാരണങ്ങൾ എന്തെല്ലാം? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെറ്റ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പ്രധാന കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ എ സിക്കകത്ത് വരുന്ന ഫിൽറ്ററാണ്. അതായത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എ സി ഫിൽറ്റർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് വാഹനത്തിൽ എ സിക്ക് തണുപ്പില്ലാതെ വരുമ്പോൾ എ സി ഫിൽറ്റർ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും പൊടി കൂടുതലുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിടാൻ പോകരുത്. കാരണം എ സി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നോർമൽ ടിഷ്യൂ പേപ്പർ പോലെ തന്നെയാണ്. അത്രയും നൈസായിട്ടാണ് അതിൻ്റെ ക്ലീനിങ് നടക്കുന്നത്. അതുകൊണ്ട് എ സി ഫിൽറ്റർ കൃത്യമായിട്ട് 10,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറുക. 5,000 കിലോമീറ്റർ കൂടുമ്പോൾ ചിലർ പറയും ക്ലീൻ ചെയ്യണം. ഒരു കാരണവശാലും ക്ലീൻ ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് അത്രയും പൊടിയായിട്ട് തോന്നുകയാണെങ്കിൽ മാറി വിടുക, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് പുറത്തോട്ട് കൊട്ടിക്കളയുകയോ ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും എയർ അടിച്ചത് ക്ലീൻ ചെയ്യരുത്. എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, വാഹനത്തിൻ്റെ എ സിക്കകത്ത് വരുന്ന എ സി ഗ്യാസ് അഥവാ എ സി റെഫ്രിജറൻറ്റ് കുറവായിരിക്കും. അങ്ങനെ എ സി ഗ്യാസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കൂളിംഗ് കൃത്യമായിട്ട് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് അറിയാൻ സാധിക്കുന്ന 2 ടിപ്സ് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഞാൻ ഈ കാണിക്കുന്ന വണ്ണം കൂടിയ പൈപ്പ് അഥവാ ലോ പ്രഷർ പൈപ്പിൽ പ്രസ് ചെയ്ത് നോക്കുക. കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് പ്രസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിനകത്ത് ഗ്യാസ് ഇല്ല, ഗ്യാസ് കുറവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ലോഡ് നമ്മുടെ എ സി കംപ്രസർ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. എ സി ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു 90% വാഹനത്തിൻ്റെ എ സി കംപ്രസർ കറങ്ങില്ല. പക്ഷേ ഗ്യാസ് കുറവാണെങ്കിൽ ഉറപ്പായിട്ട് അത് കറങ്ങും. അതുകൊണ്ട് ഈ പറഞ്ഞ ലൈനിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. റബ്ബർ ലൈനിൽ മാത്രം പ്രസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് പ്രസ് ആവുന്നുണ്ടെങ്കിൽ എ സി ഗ്യാസ് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇനി അതല്ല, അടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഓൺ ആക്കി കഴിയുമ്പോൾ ഈ കാണുന്ന അലുമിനിയം പൈപ്പ് തണുക്കണം. അതായത് ഈ വണ്ണം കൂടി അലുമിനിയം പൈപ്പ് തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വാഹനത്തിനകത്ത് എ സി ഗ്യാസിന് വേറെ കുഴപ്പമില്ല, കുറവൊന്നുമില്ല. നല്ല രീതിക്ക് കൂളിംഗ് ഉണ്ടെങ്കിൽ മാത്രം ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് 2 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എ സി ഗ്യാസ് കുറവൊന്നും ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ചിലരെങ്കിലും ചെയ്യുന്നൊരു കാര്യമുണ്ട്, എ സി ഗ്യാസ് കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് കൂടുമോ എന്നുള്ളൊരു രീതി ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ 100% എനിക്കുണ്ടായിരുന്നു. പണ്ട് എൻ്റെ ഒരു 800 ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2002 കാലഘട്ടത്തിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാനതുകൊണ്ട് എ സി ഗ്യാസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു 2002 2008 മറന്നുപോയി, ആ റേഞ്ച് എങ്ങാണ്ട. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എ സി ഗ്യാസ് കൂടുതൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതൽ കിട്ടുമെന്നാണ്. പക്ഷേ ശരിക്കും അത് തെറ്റാണ്. എ സി ഗ്യാസ് കൂടുതലുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം തണുക്കത്തില്ല, അല്ലെങ്കിൽ ആ എ സി തണുക്കത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർക്കുലേഷൻ നടക്കത്തില്ല. സർക്കുലേഷൻ കൃത്യമായിട്ട് നടന്നാൽ മാത്രം നമുക്ക് എ സിയുടെ കൂളിംഗ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കൂളിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ എ സി റെഫ്രിജറൻറ്റ് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യണം. അത് നടക്കാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു വർക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും എ സി ഗ്യാസ് കൂടുതൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതൽ കിട്ടുമെന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. അടുത്തത് 3ാമത്തെ പോയിന്റ്, എ സി കംപ്രസർ. എ സി കംപ്രസറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ റെഫ്രിജറൻറ്റ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കത്തില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എ സി കംപ്രസറിന് കംപ്ലൈൻറ്റ് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ സി കംപ്രസറിനകത്ത് കൃത്യമായിട്ട് ഓയിൽ ഇല്ലെങ്കിൽ, കാരണം കംപ്രസർ ഓയിലുണ്ട്, കംപ്രസർ ഓയിൽ പ്രോപ്പറായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പിസ്റ്റനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കത്തില്ല, തേയ്മാനം ഉണ്ടാവും. അങ്ങനെ തേയ്മാനം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എ സി റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ കംപ്രസ് ചെയ്യിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രഷർ ക്രിയേറ്റ് ആകത്തില്ല. പ്രഷർ ക്രിയേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ എ സി കൂളിംഗ് ഉണ്ടാകത്തില്ല, അഥവാ നമ്മുടെ ഈ കൂളിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. പിന്നെ 2ാമത്തെ കാര്യം, എ സി കംപ്രസർ വരുന്ന ക്ലച്ച്. എ സി കംപ്രസർ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പിടിക്കത്തില്ല, ഇടയ്ക്ക് വിട്ട് പിടിക്കും. അങ്ങനെ വരികയാണെങ്കിലും എ സി പ്രോപ്പറായിട്ട് തണുക്കുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് എ സി കംപ്രസർ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എ സി കംപ്രസറിൽ തന്നെ റിലേ വരുന്നുണ്ട്, ഫ്യൂസും വരുന്നുണ്ട്. ആ റിലേക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് റിലേ പിടിച്ചിട്ടില്ലെങ്കിൽ എ സി കംപ്രസർ പിടിക്കത്തില്ല. അങ്ങനെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു വർക്കിംഗ് കൃത്യമായിട്ട് നടക്കില്ല. 4ാമത്തെ പോയിന്റ്, കണ്ടൻസർ യൂണിറ്റ്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അതായത് ഫ്രണ്ട് ബമ്പറിൽ ഏറ്റവും അകത്ത് കാണുന്ന ഗ്രില്ല് പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ റേഡിയേറ്റർ പോലെ ഇരിക്കുന്ന പോർഷനാണ് കണ്ടൻസർ യൂണിറ്റ്. കണ്ടൻസർ യൂണിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കംപ്രസറിൽ നിന്നും വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. അതായത് ഒന്ന് ഹീറ്റായിട്ട് വരുന്നതിനെ ഒന്ന് കൂൾ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കണ്ടൻസർ എന്ന് പറയുന്ന യൂണിറ്റ്. ഈ കണ്ടൻസറിനകത്ത് എന്തെങ്കിലും രീതിക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതായത് ഈ കാണുന്ന ഫിൻസോ വല്ലതും ബ്ലോക്കായി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എയർ പാസേജ് വരത്തില്ല. എയർ കയറി പോവാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും
ഇതിൻ്റെ കൂളിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കത്തില്ല. അങ്ങനെ കണ്ടൻസറിൽ നിന്ന് കൃത്യമായിട്ട് കൂളായി പോയില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂളിംഗ് ഫങ്ഷൻ നടക്കത്തില്ല, എ സി തണുക്കത്തുമില്ല. അതുകൊണ്ട് കണ്ടൻസർ ഒരു വലിയ ഘടകം തന്നെയാണ്. പഴയ വാഹനങ്ങളിലൊക്കെ ഡ്രയർ എന്ന് പറയുന്നൊരു യൂണിറ്റ് പുറത്തായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം കണ്ടൻസറിൻ്റെ വിത്ത് തന്നെയാണ് ഡ്രയർ യൂണിറ്റും വരുന്നത്. ഈ ഡ്രയർ യൂണിറ്റും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലും കൂളിംഗ് ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കില്ല. കണ്ടൻസറിന് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും തട്ടോ മുട്ടോ സംഭവിച്ചിട്ട് അതിലെ ഗ്യാസ് ലീക്കായി പോകുമോ, അല്ലെങ്കിൽ ബെൻഡ് സംഭവിച്ചിട്ട് അതിലെ കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ നടക്കാതെ വന്നാലും ഈ പറഞ്ഞ പോലെ എ സിയുടെ കൂളിംഗ് നടക്കത്തില്ല. അഞ്ചാമത്തെ പോയിന്റ് ബ്ലോവർ മോട്ടർ. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എ സി ഇടുന്ന സമയത്ത് 1, 2, 3 എന്ന് പറഞ്ഞ് സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിടുന്ന ബ്ലോവർ മോട്ടർ, ഈ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ, ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്ററും കൂടെ കൂടിയിട്ടാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഈ റെസിസ്റ്ററിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ 1, 2, 3, 4 സ്പീഡ് വർക്ക് ചെയ്യത്തില്ല. അഞ്ചാമത്തെ സ്പീഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ കൺട്രോൾ സ്പീഡ് വർക്ക് ചെയ്യും. കാരണം അത് ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും പോകുന്നത്. അങ്ങനെ 5th സ്പീഡ് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫുൾ സ്പീഡ് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള സ്പീഡ് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്ലോവറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ബാക്കിയുള്ള എല്ലാം വർക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ബ്ലോവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ആക്കിക്കോണം. ഇനി ആറാമത്തെ പോയിന്റ്, നമ്മുടെ വയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഫ്യൂസ്, റിലേ, പിന്നെ വേറെ എവിടെയെങ്കിലും വയറിംഗ് ഡാമേജസ് ഉണ്ടായിട്ടുണ്ടോ എന്ന്, കംപ്രസറിൻ്റെ അവിടെ വരുന്നൊരു വയർ പ്രോപ്പറായിട്ട് എർത്ത് ആകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രഷർ സ്വിച്ച്, അതായത് നമ്മുടെ എ സി ഗ്യാസിൻ്റെ നമ്മുടെ എ സിയുടെ ലൈനിൽ ഒരു പ്രഷർ സ്വിച്ച് വരുന്നുണ്ട്. ലൈനിൽ പ്രഷർ ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ആക്കാൻ വേണ്ടി. ഈ പ്രഷർ സ്വിച്ചിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രഷർ സ്വിച്ചിൻ്റെ ലൈൻ എവിടെയെങ്കിലും ബ്രേക്കോ വല്ലതും ഉണ്ടെങ്കിലോ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ എ സിയുടെ വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കത്തില്ല. ഏഴാമത്തെ പോയിന്റ് എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ വാൽവ് എന്താണ്? കുറച്ച് പേരെങ്കിലും എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എ സി തണുപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന റോൾ ചെയ്യുന്നൊരു കാര്യം എക്സ്പാൻഷൻ വാൽവ് തന്നെയാണ്. ഈ എക്സ്പാൻഷൻ വാൽവ് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മുടെയൊക്കെ കയ്യിരിക്കുന്ന പെർഫ്യൂം, അതായത് ഗ്യാസ് ഉള്ള പെർഫ്യൂം നിങ്ങൾ ഫുള്ള് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ക്യാനയിൽ തണുപ്പ് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ തണുപ്പ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ആണ്. അതായത് നല്ല പ്രഷർ നിൽക്കുന്നത്, നമ്മൾ പെട്ടെന്ന് പ്രഷർ തുറന്നു വിടുന്ന അവസ്ഥയിലാണ് കൂളിംഗ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ എ സി കൂളിംഗ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നല്ല പ്രഷർ നിൽക്കുന്ന ലിക്വിഡ് ഇത് തുറന്ന് വെറുതെ ഗ്യാസ് ആക്കുക. അങ്ങനെ ആക്കുന്ന സമയത്ത് അത്രയും ഒരു ഏരിയയിലോട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഓപ്പണിങ്ങിലോട്ട് വിടുന്ന സമയത്താണ് കൂളിംഗ് ഉണ്ടാകുന്നത്. ഈ കൂളിങ്ങിനെയാണ് നമുക്ക് വലിച്ച് നമ്മുടെ എ സി ക്യാബിനിലോട്ട് ബ്ലോവർ വഴി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ വാൽവിനൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള വർക്കിംഗ് നടന്നില്ലെങ്കിലും കൂളിംഗ് ഉണ്ടാകുന്നതായിരിക്കത്തില്ല. യെസ്, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും ഈ പറഞ്ഞൊരു പ്രോബ്ലം തീരുന്നില്ലെന്നുണ്ടെങ്കിൽ അത് മേജറായിട്ട് വേറെ എന്തോ ഒരു ഇഷ്യൂ തന്നെയാണ്. ഞാനിപ്പോൾ മൈനറായിട്ട്, അല്ലെങ്കിൽ സാധാരണ ഒരു വാഹനത്തിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. നിങ്ങളുടെ വാഹനത്തിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും എ സി ഗ്യാസ് കൂടുതൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. തെറ്റായൊരു കാരണമാണ്, അല്ലെങ്കിൽ ഒരു രീതി തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും കൂടി ഇട്ടേക്ക്.